സിസ്റ്റർ, ഇന്ന് ഹോംലിയിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യമില്ലേ, അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഏത് കാര്യം? അച്ഛൻ പറഞ്ഞില്ലേ, വിശുദ്ധി എന്ന് പറയുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യുന്നതിലാണെന്ന്. ശരിയാ, അത് എന്നെ വല്ലാണ്ട് സ്പർശിച്ചൊരു കാര്യം തന്നെയാ. ഞാനും ആ സമയങ്ങളിൽ ഓർത്തത് നമ്മുടെ സഹസ്ഥാപകൻ ധന്യൻ വിധേയത്തിലച്ഛനെയാണ്. അച്ഛനെ കുറിച്ച് സിസ്റ്ററിന് അറിയാമെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാമോ? അതിനെന്താ, പറഞ്ഞു തരാലോ. അച്ഛനെ കുറിച്ച് പറയുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം തന്നെയാ. വാ, നമുക്ക് അവിടെ പോയി ഇരിക്കാം. ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം ഗിഫ്റ്റ് ഓഫ് ലവ് ആണ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാ, ഇത് പിതാവിന്റെ വചനം തന്നെയാണ്. ഇത് പറയുമ്പോൾ പിതാവ് ഒരു തിരുവചനം കോട്ട് ചെയ്യുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 27-ാം തിരുവചനം: നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന്. പരിപൂർണ സ്നേഹം ദൈവത്തിനുള്ളതാണ്. നമുക്കാണ് ദൈവത്തെ കൊണ്ട് ആവശ്യം. പിന്നെ സിസ്റ്റർ, ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ? അതിനെന്താ, ചോദിച്ചോ. നാം ഓരോരുത്തരും പരിപൂർണതയെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരല്ലേ? ഈശോയിലേക്ക് അടുക്കാൻ അനുനിമിഷവും യത്നിക്കുന്നവരല്ലേ? നമ്മളെ അതിനെ സഹായിക്കുന്നത് എന്താണ്? അത്രയേ ഉള്ളൂ, അത് പറഞ്ഞു തരാലോ. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ 3 വ്രതങ്ങളാണ് ഈശോയിലേക്ക് ഓരോ സന്യാസികളെയും ഉയർത്തുന്നത്. അത് ശരിയാണ്. പിന്നെ പിതാവ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയുണ്ട്: ആത്മാവും ശരീരവും ഉള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ എന്ന്. പിന്നെ പിതാവ് ഇപ്രകാരം കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്: തന്നേക്കാൾ ഉപരി, അതായത് എന്നേക്കാൾ ഉപരി മറ്റുള്ളവരെയും ദൈവത്തെയും ഞാൻ സ്നേഹിക്കണമെന്ന്. അങ്ങനെ നാം എല്ലാവരും ഒരു സ്നേഹ വ്യക്തികളായി മാറാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. സിസ്റ്റർ, അത് വായിച്ചപ്പോൾ എനിക്കൊരു സംശയം വന്നു. ആരാണ് ഈ സ്നേഹ വ്യക്തികൾ? എങ്ങനെയാണ് നമുക്ക് സ്നേഹ വ്യക്തികളാകാൻ സാധിക്കുക? വിശുദ്ധ പൗലോസ്ലീഹ എഴുതിയ ലേഖനത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നില്ലേ, സ്നേഹം സകലതും ക്ഷമിക്കുന്നു, സകലതും സഹിക്കുന്നു. അങ്ങനെ ഒരു വലിയ സ്നേഹകീർത്തനത്തെക്കുറിച്ച് തന്നെ വർണ്ണിക്കുന്നുണ്ടല്ലോ. അതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൂടെ സ്നേഹവ്യക്തികളായി മാറാൻ പരിശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ധന്യനായ വിധേയത്തിൽ പിതാവ് ഒരു സ്നേഹ വ്യക്തിയാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ശരിയാ. സ്നേഹത്തിൻ്റെ ജീവിതമാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച ഒരു നല്ല അപ്പൻ്റെ ജന്മദിനാശംസ ഏവർക്കും നേരുന്നു. സ്വർഗത്തിലിരുന്ന് തൻ്റെ 161-ാം ജന്മദിനം ആഘോഷിക്കുന്ന ധന്യൻ ജോസഫ് വിധേയത്തിൽ അച്ഛന് മക്കളായ ഞങ്ങൾ ഒന്നിച്ചു നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ അപ്പ.